10+2 പരീക്ഷകൾ അടുത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ കുട്ടികളുടെ എല്ലാവരും വെപ്പ്. കാരണം ചുമ്മാ പോയി പരീക്ഷ എഴുതിയാലും ഫുൾ A+ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ കൃത്യമായി പഠിക്കാതെ യാതൊരു വിധത്തിലുള്ള മാർക്കും ഈ പരീക്ഷകളിലും കിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. കേരളത്തിൽ വിദ്യാഭ്യാസം എന്നത് ഇപ്പോൾ വെറും ഒരു പ്രഹസനം മാത്രമായിരിക്കുകയാണോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. നമ്മുടെ ശിവൻകുട്ടി സാർ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം അദ്ദേഹം എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു വള്ളിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികളും അതുപോലെ തന്നെ +2 കുട്ടികളും അവരുടെ പരീക്ഷയ്ക്ക് കൃത്യമായി പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയാണോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഇത്തിരി കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എല്ലാം കൊണ്ടുപോകുന്നതെന്നത് വ്യക്തമാണ്. രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസങ്ങളും കൃത്യതയോടെയും വ്യക്തതയോടെയും നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിയും ഭാവിയും സംരക്ഷിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാജ്യത്തിൻ്റെ ഭാവിയും പുരോഗതിയും ഇനി വളർന്നു വരുന്ന കുട്ടികളിലാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും കൃത്യമായി പഠിക്കുകയും 10 വിഷയങ്ങളിലും A+ നേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ വർഷം ഇച്ചിരി കൂടെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഫുൾ A+ കിട്ടൂ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. കഴിഞ്ഞ വർഷം ചുമ്മാ വരാന്ത കൂടെ പോയ കുട്ടികൾക്ക് വരെ A+ കിട്ടി എന്നുള്ള പാഴ്ക്കഥകളൊന്നും നിങ്ങൾ കേട്ട് വിശ്വസിക്കുകയൊന്നും ചെയ്യരുത്. കാരണം വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ സർക്കാരിനെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. അത്തരത്തിൽ ആക്ഷേപഹാസ്യം എന്നോളമായിരിക്കാം ചുമ്മാ മഴയത്ത് വരാന്തയിൽ കയറി നിന്ന വ്യക്തിക്ക് വരെ A+ കിട്ടി എന്നുള്ള ട്രോളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണ്. പരീക്ഷയുടെ കാലഘട്ടമായതുകൊണ്ട് ഈ ട്രോളൊക്കെ ഇപ്പോൾ വൈറലാകാനുള്ള സാധ്യത ഏറി വരും. ഈ വൈറൽ പോസ്റ്റുകളെല്ലാം കണ്ട് കുട്ടികൾ അത്ര സന്തോഷിക്കുകയൊന്നും ചെയ്യരുത്. നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് കൃത്യതയോടെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭാവി നല്ലൊരു ജോലിയും അതുപോലെ തന്നെ നല്ലൊരു സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല വ്യക്തിത്വത്തോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. എല്ലാ വർഷവും ഫുൾ A+ ചുമ്മാ കിട്ടും എന്നുള്ള പാഴ്ക്കഥയൊന്നും ഇനി വിശ്വസിക്കരുത്. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ A+ ഒക്കെ മേടിക്കാൻ പറ്റൂ. വിദ്യാഭ്യാസം നമ്മുടെ അവകാശം കൂടിയാണ്. നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉപരിപഠനത്തിനുള്ള അവസരമുള്ളൂ. +2 ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ, നിങ്ങൾക്ക് നല്ല സ്കൂളുകളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഏത് സ്കൂൾ ലഭിക്കണം, അതുപോലെ തന്നെ ഏത് കോഴ്സ് ലഭിക്കണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. +2 ശേഷം നിങ്ങൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ നിങ്ങളുടെ +2 മാർക്കായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ +2ഉം +1ഉം 10ഉം നിങ്ങളുടെ പരീക്ഷാ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ നിലനിൽക്കുകയാണ്. പരീക്ഷകളിൽ ഫുൾ A+ കിട്ടും എന്നുള്ള വ്യാജ പ്രചരണത്തിലൊന്നും വീഴാതെ ഇനിയെങ്കിലും കൃത്യമായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ നേടുവാനും അതുപോലെ തന്നെ ഭാവിയിൽ നല്ല മാർക്ക് മേടിച്ച് നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകിയേ മതിയാവൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാനും സാധിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ ചെയ്യുന്നതൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പല പരിഷ്കരണങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ ശ്രദ്ധ മാത്രം മതി നമ്മൾ ഈ പരീക്ഷയിലും ജയിക്കാൻ വേണ്ടി. പരീക്ഷകളിൽ മാർക്ക് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കൂ. പരീക്ഷയെ ചുമ്മാ പോയിരുന്ന് എന്തെങ്കിലും എഴുതി വെച്ച് ജയിപ്പിക്കുന്ന സമ്പ്രദായമെല്ലാം പണ്ടേ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാവർക്കും എങ്ങനെയാണ് ഇത്രത്തോളം A+ കിട്ടി എന്നുള്ളതൊന്നും ഓർത്തും നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. കഴിഞ്ഞ വർഷത്തെ കാര്യമെല്ലാം കഴിഞ്ഞതാണ്. ഈ വർഷം കൃത്യമായി പരീക്ഷ എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഫുൾ A+ സാധ്യമാകത്തുള്ളൂ. വിദ്യാഭ്യാസം എന്നത് ഒരു പൗരന്റെ അവകാശമാണ്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് ഭാവിയിൽ നല്ല ജീവിതത്തിലേക്ക് എത്തുന്നത്. അല്ലാത്തവർക്കും നല്ല ജീവിതത്തിൽ എത്താൻ സാധിക്കും. എന്നാലും 10+2 ഒരു ബേസിക് വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസമെങ്കിലും ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം എന്നത് ഒരാളുടെ ആനുകൂല്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. അത് കൃത്യമായി നേടിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും.